ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊങ്കാല പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പൊങ്കാല പായസം തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ നല്ല തവിടുള്ള ചുവന്ന അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തത് കേട്ടോ. നിറയെ തവിടുള്ള തനി നാടൻ അൺപോളിഷ്ഡ് റൈസ് കൊണ്ടാണ് ഞാൻ ഈ പൊങ്കാല തയ്യാറാക്കുന്നത്. ഈ അരി 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നിറയെ തവിടുള്ള അരി കൊണ്ട് തയ്യാറാക്കിയ പൊങ്കാല കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എൻ്റെ അമ്മാമ്മയോടൊപ്പം പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാനും കൂടി പോകുമായിരുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉത്സവ ദിവസം അതിരാവിലെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ തലേന്ന് തന്നെ അതിൻ്റെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ട് ഞങ്ങൾ സംഘം ചേർന്നാണ് പോകാറുള്ളത്. ഇപ്പോൾ ഞാനിവിടെ പൊങ്കാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി സ്റ്റവിലേക്ക് വെച്ചിട്ട് 6 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ പൊങ്കാല തയ്യാറാക്കുന്നത് പുതിയ മൺകലത്തിലാണ്. ഞാനിവിടെ മൺകലം ഇല്ലാത്തത് കൊണ്ട് ഉരുളി വെച്ചെന്നേ ഉള്ളൂ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വൃത്തിയായി കഴുകി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിന് ചുറ്റും 1 തവണയോ അതല്ലാന്നുണ്ടെങ്കിൽ 3 തവണയോ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷമാണ് ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പണ്ട് മുതൽക്കേ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരുമൊക്കെ അരി ഇടുന്നത് ഇതുപോലെ 3 തവണ ചുറ്റിച്ച ശേഷമാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പൊങ്കാല എന്ന വാക്കിനർത്ഥം തന്നെ പൊൻകാലം എന്നാണല്ലോ. പൊൻകാലം എന്ന് വെച്ചാൽ സൂര്യൻ്റെ തേജസ്സിനെ അറിയുവാനും ഉണരുവാനുമുള്ള കാലമാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ കുരുവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 7-8 ഏലക്കയുടെ കുരുവാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം, വെന്തോന്നൊന്ന് നോക്കാം. കുറച്ചും കൂടി വേവാനുണ്ട്. അടച്ചു വെച്ച് കൊടുക്കാം. അരി നന്നായിട്ട് വെന്താൽ മാത്രമേ പൊങ്കാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ്. അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് വെന്ത് കുറുക്കിക്കോട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. അരി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര 1/2 കിലോ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കര ഞാനിവിടെ ചീകിയെടുത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ശർക്കരയാണ്. അതുകൊണ്ട് തന്നെ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര ഉരുക്കി പാനിയാക്കി ചേർത്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊന്ന് അലിഞ്ഞു വരട്ടെ. ശർക്കരയൊക്കെ ഇവിടെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ അരിയിൽ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ആ ഏലക്കാപ്പൊടി, പഞ്ചസാര ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കയൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്തത്. അതല്ലെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഡയറക്റ്റ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പൗഡർ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മധുരമുള്ള 2 പഴമാണ്. അപ്പോൾ ഞാനിവിടെ 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പഴം തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല മധുരമുള്ള കദളിപ്പഴമോ പൂവമ്പഴമോ ഒക്കെ എടുത്താൽ മതി കേട്ടോ. പുളിയുള്ള പഴം എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ചിരകിയെടുത്ത തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങാപ്പാലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിരകിയ തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പൊതുവേ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷമാണ് പഴം ചേർത്ത് കൊടുക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ പഴം ചേർത്ത് കൊടുക്കുന്നത്. പൊങ്കാലയുടെ ശരിക്കുള്ള മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലാസ്റ്റ് കുറച്ച് തുളസിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ പൊങ്കാലയിടാൻ പോകുമ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞങ്ങൾ പോയി സ്ഥാനം പിടിക്കുമായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാല. ക്ഷേത്ര പരിസരങ്ങളിലെത്തി പൊങ്കാലയിടുന്നവർ മൺകലങ്ങളിൽ തന്നെ
പൊങ്കാലയിടാൻ ശ്രദ്ധിക്കണം. ഞാൻ ഈ പൊങ്കാലയിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ പൊങ്കാലയിടുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്ത് ചേർക്കാറില്ല. ഇതുപോലെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊങ്കാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊങ്കാല ഇടാറുള്ളത് ഉത്സവ ദിവസം അതിരാവിലെ ആയിരിക്കും. അപ്പോൾ തലേ ദിവസം തന്നെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള അരി, ശർക്കര, പഴം, തേങ്ങ ചിരകിയത്, പിന്നെ മൺകലം, ചൂട്ട്, കുതുമ്പ് ഇതൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. മയ്യനാട്, വലിയവിള, മാടന്നട, ശാസ്താംവിളി ഈ ക്ഷേത്രങ്ങളിലൊക്കെയാണ് പൊങ്കാല ഇടാനായിട്ട് അമ്മാമ്മയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അമ്മാമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു. പൊങ്കാല ക്ഷേത്രങ്ങളിൽ നേദിച്ച ശേഷം പരിസരത്തുള്ള വീട്ടുകാർക്കൊക്കെ ഞങ്ങൾ ഈ പ്രസാദം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.